എന്തായാലും ഇത് കൊള്ളായിരുന്നല്ലേ, ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പുറം കാലത്തിരിക്കുന്നില്ല, വേണ്ട പൊട്ടിപ്പോവും. ഇത് സൂപ്പർ കേട്ടോ. വെയിലടിക്കുന്നുണ്ടോ ഇപ്പൊ? കണ്ടോ നോക്കി, ആ മരത്തിന്റെ ഇടയിൽ നിന്ന് ആ വെയിൽ വരുന്നത് നല്ല ഭംഗിയിൽ കാണാൻ. അത് ശരിയാണല്ലോ, അത് ഞാൻ വേര് ശ്രദ്ധിച്ചു. പക്ഷെ മേളിലോട്ട് കയറി പോകാണ്ട് ആ മരത്തിന്റെ മേളിലൊക്കെ കണ്ടോ ഐസ് കണ്ടോ? ഇത് മഞ്ഞല്ല, ഇത് ഐസ്. ഇതൊക്കെ കണ്ടോ, മരത്തിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ, ഇതിന്റെ ഉള്ളൊക്കെ കാണുന്നുണ്ടോ നോക്കിയേ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് കാശ്മീരിലെ പെഹൽഗാമിലാണ് കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ പെഹൽഗാമിലെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് പെഹൽഗാമിലെത്തിയല്ലേ. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും -7 ആവും. ഇപ്പൊ രാവിലെ തന്നെ -1 ആയിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷെ സ്നോഫാൾ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങള് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഡിക്ഷൻ നോക്കിയപ്പം നാളെ സ്നോഫാൾ കാണിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കുന്നില്ല. ഇപ്പം വീണ്ടും സ്നോഫാൾ 25-ാം തീയതിയാണ് കാണിക്കുന്നത്, ജാനുവരി 25. അപ്പൊ ഇനി സ്നോഫാൾ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളിത് ഈ തണുപ്പത്ത്, നല്ല തണുപ്പുണ്ട്, ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. തണുപ്പുണ്ടെന്ന് നമ്മൾ ഈ പറയുമ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെ ആ തണുപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പൊ നമ്മൾ ഈ തണുപ്പത്ത് എവിടെയാ പോകാൻ പോകുന്നത്? സ്വിറ്റ്സർലാൻഡിലോട്ട് പോകാം അല്ലെ. ഇന്ന് ഞാൻ ആദ്യയുടെ സ്വിറ്റ്സർലാൻഡിലോട്ട് പോവാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പെഹൽഗാമിൽ ഒരു ട്രക്കിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് ആണ്. ട്രക്കിംഗ് എല്ലാവരും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇതാണ്ടേ നമ്മളെ ബാക്കിൽ ഇഷ്ടംപോലെ കുതിരകളാണ്. കുതിരക്കകത്ത് കയറി പോകാൻ കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, ഒരു 7 കിലോമീറ്ററോളം നടന്ന് നമുക്ക് പോകാനുണ്ട്. അല്ലെങ്കിൽ കുതിരക്കകത്ത് പോകാം. ഇതാണ്ടോ, ഈ നദിയെല്ലാം ഫ്രീസ് ആയിരിക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അത്രയും തണുപ്പുണ്ടെന്നുണ്ടോ. ഈ നദിയെല്ലാം ഫ്രീസ് ആയിരിക്കാണ്. ഇപ്പുറത്ത് ഇച്ചിരി ഒഴുകുന്നുണ്ട്. അപ്പൊ നമുക്കേ ഇതിലെ കൂടെ മേളിലോട്ട് പോയി. ഇതിലാണ് യഥാർത്ഥ വഴി. ഞങ്ങളിതാ ഇവിടെ ഈ കുതിരയുടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ട്, ഇവിടെയാണ് കുതിര സ്റ്റാൻഡ്, ഇവിടെയാണ് ഫുള്ള് കുതിരകളെല്ലാം കിടക്കുന്നത്. അപ്പൊ നമുക്കിതാ ഇതിലെ കൂടിയാണ് നമുക്ക് നേരെ മിനി സ്വിറ്റ്സർലാൻഡിലോട്ട് പോകണ്ട കേട്ടോ. അപ്പൊ ഈ വരുന്ന കുതിരകൾ പോയിട്ട് നമുക്ക് പോവാം അല്ലേ. അവരെ വഴി നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങളുണ്ടോ. എല്ലാം ഐസായിരിക്കും അല്ലേ. നോക്കിയേ എന്തല്ലേ, ഭയങ്കര തന്നെ. ഇതാണ്ട് ഇതെല്ലാം ഇനി ഓട്ടം പോകാൻ പോകുന്ന കുതിരകളാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. നല്ല വൃത്തിയുള്ള കുതിരകളല്ലേ, നല്ല വലിയ കുതിര. നമ്മള് ഇവിടെ പോയപ്പോ കണ്ടത് ഏതായിരുന്നു, നമ്മൾ അമ്പലത്തിൽ പോയില്ലേ, അത് പക്ഷെ കഴുതയായിരുന്നു മിക്സ് ആയിട്ട്. ഇത് പക്ഷെ പക്ക കുതിര തന്നെ കേട്ടോ, ചെറിയ കുതിര. അപ്പൊ ഞങ്ങളെ നടത്തം തുടങ്ങി കേട്ടോ. നടത്തം തുടങ്ങിയാലും കണ്ടോ ബാക്കിലേക്ക് ആൾക്കാർ നമ്മൾ പുറകെ വരുവാണ് കുതിരക്കകത്ത് പോകാൻ വേണ്ടിട്ട് അല്ലേ. അവർ പറഞ്ഞാല് അവരങ്ങനെയാണ്, അവർ നമ്മളെ എങ്ങനെയെങ്കിലൊക്കെ കയറ്റാൻ നോക്കും. നമ്മളാണെങ്കിൽ നടന്നു പോകുന്നവര്. അതെ അതെ അതെ. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. അതൊരു രസമാണ്, ഈ തണുപ്പത്ത് നടക്കുന്ന രസമാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറ്റമൊക്കെ കയറുമ്പോൾ, എന്നാലും നടന്നു പോകുന്നതിന് നമ്മള് പിന്നെ നമ്മൾ കുതിരക്കകത്ത് പോകത്തില്ല നമ്മൾ തീരുമാനിച്ച കാര്യം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പോയി നടക്കുക. നല്ല രസമല്ലേ, അല്ലെ കാട്ടിലേക്കൂടെ ഇങ്ങനെ നടന്നു പോവാം. ആദ്യം തുടക്കത്തിലുള്ള വഴി ഇതാണ് കേട്ടോ. നമ്മൾ തുടങ്ങിയിട്ടുള്ളതുണ്ടോ, ഇവരൊക്കെ നമ്മൾ പുറകെ വരുന്നുണ്ട് അല്ലേ. അടിപൊളിയാണ്. ചെറിയൊരു കയറ്റമാണ് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഇച്ചിരി കയറാൻ ഇച്ചിരി പാടുണ്ടല്ലേ കുറച്ച്. കുഴപ്പമില്ല. ഇത്ര ആൾക്കാരുണ്ടോ കുതിരപ്പുറത്ത് പോകുന്നു, നമ്മൾ നടന്നു പോകുന്നു. വേറെ ആരുമില്ലല്ലേ നടന്നു പോകാനൊന്നും ആരുമില്ലല്ലേ. എല്ലാം നടന്നു പോകാൻ ആരുമില്ല ഉണ്ടോ. നമ്മളവിടെ രണ്ടുപേര് നടന്നു വരുന്നുണ്ടല്ലേ, ബാക്കി എല്ലാരും കുതിരപ്പുറത്താണ്. ഇത് ഇവിടുത്തെ ലോക്കൽ വീടുകളാണ്. വീടുകളുടെ മുറ്റത്തൊക്കെ ഉണ്ടോ കുതിരയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ. ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ച തന്നെ അല്ലേ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് കുതിരകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. കുതിര വരുമ്പോ ഇവിടെ പൊടി പറക്കുന്നുണ്ട് കേട്ടോ, അതേ ഉള്ളൂ. വരുമ്പോ ചില സ്ഥലത്ത് ഇതുപോലെ കുതിര നടന്നിട്ടേ വഴി ഇച്ചിരി ഇതാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൊരു ബുദ്ധിമുട്ട്. അതൊന്നും ചെയ്തില്ല. നീ അവിടെ നിന്നോ, ഒന്നും ചെയ്തില്ല. ഉമ്മാരൊന്നും ചെയ്തില്ല. നല്ല സ്പീഡിൽ പോകുന്നല്ലോ, അതെന്റെ റൈഡറാ. ആതിരിവിടെ ഏതൊരു ജീവിയെ കണ്ടല്ലേ. ഏതൊരു ജീവിയല്ല, നല്ല മുയലുണ്ട് കേട്ടോ. ഇതൊരു വീടാണ് ഇവിടുത്തെ ലോക്കൽ വീട്ടില്. അതുകൊണ്ടേ ഉണ്ടോ ഒരു മുയല് പറഞ്ഞേ ഉള്ളല്ലേ. ഇവരുണ്ടോ ഫുള്ള് വേലിയൊക്കെ കെട്ടി മറിച്ച് ഒരു ചെറിയൊരു വീട് കണ്ടോ. മേളില് പുല്ലിട്ട വീടാണല്ലേ, പുല്ല് മേഞ്ഞ വീടും അങ്ങനത്തെ ഒരു വീടാണ് ഇവിടുത്തെ വീടുകൾ. ഇവർ രണ്ടുപേരും നടന്നു വരുന്നതാണ്. മറ്റവര് കുതിരക്കകത്ത് വന്നിട്ട് ഇറങ്ങി. ഇറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുതിരക്കകത്ത്.
പേടിയാവും. അടിപൊളി. ആ നല്ല വീട്. വാ ഇതേ കൂടെ പോ. അവരെല്ലാം ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാലേ. എന്തോ പുല്ലിട്ടിരിക്കുന്നു. ആ പുല്ലല്ല അതിന്റെ ഇല. ആ അതിട്ടിരിക്കുന്നല്ലേ. അതുകൊണ്ട് തണുപ്പ് അത്ര അറിയത്തില്ലായിരിക്കും. ഇതിന്റെ മേളിലെല്ലാം മഞ്ഞ് വീഴേണ്ട സമയമായിരുന്നല്ലേ. ആ ഉണ്ടോ? അപ്പൊ നമ്മൾ നടന്ന് ഇത്രയും കയറി. നല്ല കയറാനുണ്ട്. ഇതാ ഇവിടുന്നുണ്ടോ ഇനി അങ്ങോട്ടോ ഇത്രയും കയറ്റമാണ്. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര കയറ്റമായിട്ട് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ ഇത് കയറ്റമാണ് കേട്ടോ. ഇതിലെ കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ട്രക്കിംഗ് ഒക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഐസായിരിക്കുന്നതിലോട്ട് ചവിട്ടുമ്പോൾ നോക്കണം കേട്ടോ. ഇതെല്ലാം ഐസായിരിക്കുക. ഇത് പെട്ടെന്ന് സ്ലിപ്പാവും. ഇതിലെ കൂടെയാണ് കുതിരയൊക്കെ പോകുന്നത്. നമ്മൾ കുതിരയുടെ വഴിയും വെച്ച് പോവാ കേട്ടോ. കുതിരയിൽ പോയവരൊക്കെ അങ്ങ് പോയല്ലേ. ആ തെന്നും. അപ്പൊ ഇനി നമ്മൾ മാത്രമേ ഉള്ളല്ലേ കുതിരക്കകത്ത്. ഛേ നടന്ന് ബാക്കി എല്ലാരും കുതിരല്ലേ. നേരത്തെ നടന്നു വന്നവരിപ്പോ കുതിരക്കകത്ത് കയറിയും തോന്നുന്നു. അവിടെ ഒരു ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കയറും. ഇതിൽ കൂടെ നമ്മള് മുമ്പിൽ കൂടെ പോകുന്നതാണ്. ഇതെല്ലാം ഫ്രീസ് ആയിരിക്കാണ്. ഈ നടന്നു വരുന്നവരും ഉണ്ടോ. ആ പുള്ളി കുതിരയിൽ നിന്ന് വീണു പോയല്ലേ. ഇവിടെ ഉണ്ടോ ഈ ഐസില്ലേ, ഐസിൽ നിന്ന് വീണു. അങ്ങനെയാണ് ആ പുള്ളി പറ്റുന്നില്ല. കാരണം ഈ ഐസിൽ എങ്ങനെ അത് നടക്കാൻ. അതാണ്ടോ ഈ ഐസിലെ കൂടിയാണ് അതിന് വരേണ്ടത്. അങ്ങനെ വീണു. ഇപ്പൊ പുള്ളി സംസാരിച്ചിട്ട് ഇപ്പൊ മേളിൽ കൊണ്ടുപോയിട്ട് കയറ്റാനുള്ള രീതിയിൽ കൊണ്ടുപോയി. കുതിരയാണെങ്കിലും അതിന് മുന്നിലേ ബുദ്ധിമുട്ട്. ഹോഴ്സ് പവർ ഒക്കെ ശരി തന്നെ. വെള്ളം കുടിക്കാം. ഇച്ചിരി വെള്ളമുള്ളൂ അല്ലേ. പക്ഷെ ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി കേട്ടോ ഇവിടെ അല്ലേ. അതെന്തറിയാൻ പോയി. അതുകൊണ്ട് അപ്പുറത്ത് വേറെ വഴിയുണ്ട് കേട്ടോ. ഭയങ്കര കുത്തനുള്ള വഴി. അതിലെ കൂടെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. കണ്ടോ പുള്ളി കണ്ടോ. പുള്ളി എന്തോ നടക്കുന്ന വണ്ടിയാണ് നടക്കുന്നത്. അതറിയാൻ വയ്യ. കുതിര ഇനി ആരും കൊണ്ടുപോകുന്നോ അല്ലെ. കുതിരക്ക് വയ്യാതായി. വാ കയറ്റി. ഇതിലൊക്കെ പാടാന്നേ. കുതിര ആയാലും ഒരാളെയും ചുമന്നുകൊണ്ട് ഒക്കെ കയറാൻ ഇച്ചിരി പാടാ. അങ്ങനത്തെ വഴിയാട്ടോ ഇത്. നല്ല ട്രക്കിംഗ് ആണെന്ന് വെച്ചാൽ നല്ല ട്രക്കിംഗ്. താഴോട്ട് നോക്കിയാ കാണല്ലേ. ഇത്ര കുത്തനുള്ള മലയാണ് നമ്മൾ രണ്ടാളും കൂടെ കയറിയേ. നമുക്കെന്നാ പിന്നെ എവറസ്റ്റ് കീഴടക്കിയാലോ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയാലോ. അടിപൊളിയായിരിക്കും എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയാലേ. ഞങ്ങളിപ്പോ നടന്ന് ഇപ്പൊ അങ്ങ് ഭയങ്കര നടത്തക്കാരായി മാറിയല്ലേ. നല്ലതല്ലേ ശരീരത്തിന്. തണുപ്പത്ത് ഇറക്കുമ്പോ നല്ല സുഖമുണ്ട് കേട്ടോ. ഒത്തിരി ക്ഷീണം. വേറെ കത്തൊന്നുമില്ല. ഇത് ഇത്ര ഉള്ള കുന്ന് നമ്മള് കയറി. കുതിരയൊക്കെ അതിലേക്ക് ഇങ്ങനെ കറങ്ങിയൊക്കെ വരും. നമ്മള് നടക്കുന്നുണ്ട് എളുപ്പം വഴി ഇതുവഴി കയറി. നടന്നു പോകാ. കുതിരക്കകത്ത് കയറിയിട്ട് ക്ഷീണിക്കുന്നതിനാൾ നല്ലല്ലേ നടന്ന് ക്ഷീണിക്കുന്നല്ലേ. അപ്പൊ നീ ഇതിലെ താഴോട്ട് പോയിട്ട് ഊപ്പർ പോയിക്കോ. നമ്മളിപ്പോ ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം നടന്നു കേട്ടോ. നമ്മള് 2 കിലോമീറ്റർ നടന്നാണ് ഈ വഴിയൊക്കെ നടന്നതാ. ഇനി ഇച്ചിരി കൂടെ കയറിയാൽ മതി. അടിപൊളി ട്രക്കിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ അന്ന് ഇവിടെ നടന്നു വന്നപ്പോ അവര് പറഞ്ഞായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് പോകരുതെന്ന്. ഇവിടെ കരടിയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പേടിയുണ്ടോ? നിന്റെ കത്തിയില്ലേ? അതിനിടയിൽ കത്തിയൊക്കെ ഉണ്ട്. പക്ഷെ കത്തിയൊക്കെ എടുക്ക് തണുത്ത് വരച്ച് കൈ കൊണ്ട് കത്തിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കരടി പണി കഴിഞ്ഞ് പോയി കാണും. ചത്തോല കിടക്കും. ശരിക്ക് ചത്ത് കൊന്നിട്ട് പറയാ അതിന് നീ ചത്തോല കിടന്നെന്ന് പറയും അല്ലേ. കരടിയുള്ള സ്ഥലം കേട്ടോ ഇത്. ഇത് പക്ക ഫോറസ്റ്റ് ആണ്. ഒറ്റയ്ക്ക് പോരുത്. റെവനന്റ് ആവും. നമ്മളങ്ങനെ ഒരു ഫസ്റ്റ് ടാസ്ക് എന്നുള്ള രീതിയിൽ ഇത്രയും ആഴത്തിൽ നമ്മൾ മുകളിലോട്ട് കയറി. ഇനി മുകളിൽ പോയി റെസ്റ്റ് എടുക്കാം. അതികഠിനമായ കയറ്റമാണിത്. പക്ഷെ വീഡിയോയിലൊന്നും അറിയാൻ വയ്യല്ലേ. ആദ്യം ഇതോടെ നടന്നു കയറുകയാണ് അല്ലേ. ഇതൊക്കെ എന്തല്ലേ എന്നൊക്കെ പറയാം. നല്ല ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വരുന്നവര് നടക്കാൻ. നമ്മളെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങളല്ലേ കാണിക്കുന്നുള്ളൂ അല്ലേ. മനസ്സിലാകത്തില്ല. ഇങ്ങനെ നടക്കും അത്. അപ്പം നടന്നു വരാൻ പറ്റുന്നവർ മാത്രം നടന്നു വരുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുതിരയുണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് കേട്ടോ.
ഇഷ്ടം പോലെ ഇത്രയും കുതിരകൾ വന്നു. ഞങ്ങൾ രണ്ടുപേരല്ലാതെ വേറെ ആരും നടന്നു വന്നില്ല കേട്ടോ. പിന്നെ നടന്നു വന്ന കുതിരക്കാരൻ മാത്രമേ ഉള്ളൂ അല്ലേ. കുതിരക്കാരൻ ഞങ്ങൾ മാത്രമാണ് നടന്നു വന്നത്. ഇവിടെ തണുപ്പായല്ലേ. അപ്പൊ നമ്മളിതാ സ്വിറ്റ്സർലാൻഡിൽ എത്തി കേട്ടോ. പെഹൽഗാം. ഇവിടെ മൊട്ടക്കുന്നായിരിക്കും കേട്ടോ. പണ്ട് ഫുള്ള് പച്ചപ്പായിരുന്നു, ഇപ്പം മൊട്ടക്കുന്നാണ്. എന്തായാലും നമുക്കിത് കാണാം. എൻട്രി ഫീസ് ഉണ്ട് ഇവിടെ. 30 രൂപയാണ് എൻട്രി ഫീസ്. 30 രൂപ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കാം. എങ്ങനെ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്തി കേട്ടോ. ഇതാണ് മിനി സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് എങ്ങനെയുണ്ട്? മരുഭൂമി പോലെ ഉണ്ടല്ലേ സ്വിറ്റ്സർലാൻഡ്. പച്ചപ്പില്ലാത്തോണ്ടാണ് എന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ഫുള്ള് പച്ചപ്പേറേണ്ട സ്ഥലത്ത് ഇപ്പൊ മൊട്ട ആയിരിക്കാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഫുള്ള് സ്നോ ആയേണ്ട സ്ഥലത്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. സ്നോ ആയിരുന്നെങ്കിൽ അതിന് വേറെ ബ്യൂട്ടി ആയേനെ. അപ്പൊ നമുക്ക് നടന്നു വരാവുന്ന ദൂരേ ഉള്ളല്ലേ. നമ്മള് വിചാരിച്ച് ഇനിയും നടക്കാണ്ടത്. കാശ്മീരിലെ ആശ്രമ മൈതാനം അല്ലേ. അത് ശരിയാ, ആശ്രമ മൈതാനം പോലെ ഉണ്ട്. ചുറ്റും വെച്ചാലുണ്ടോ ഇപ്പഴത്തൊക്കെ മഞ്ഞുമലകളൊക്കെ കാണാം. പക്ഷെ അത് ഈ കാശ്മീരിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തറിയോ, ഇവിടെ ഓരോ സമയത്ത് ഓരോ ഭംഗിയാണ്. അത് ഓരോ സീസൺ അനുസരിച്ചിരിക്കും. ഇപ്പത്തെ സീസണിൽ ഇങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല, ഇതിലും ബ്യൂട്ടി ആയിരിക്കും. അങ്ങനെ ഓരോരോ സീസൺ ഉണ്ട്. നമ്മുടെ ജാക്കറ്റൊക്കെ ഊരിയല്ലേ ചൂടെടുക്കും. നടന്നു വന്നോണ്ട് ചൂടായി അല്ലേ, ശരീരം ചൂടായി. ഇല്ല, നമ്മൾ നടന്നു വന്നോണ്ടാ. കുതിരപ്പുറത്ത് വന്നിരുന്നെങ്കിൽ നല്ല അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് കണ്ടോ ആ ബോളിനകത്തൊക്കെ പോകുന്നതും അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയിരിക്കാം. അങ്ങനത്തെ ഒരു സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ ഇത്. ഇതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി കണ്ടോ. ഇങ്ങനെ പോവാ. ഇത് നമ്മള് പാലക്കാട് ഉണ്ടല്ലോ അല്ലെ. പാലക്കാട് കുറെ സ്ഥലം കേരളത്തിൽ ഒരുപാടുള്ളതാണ്. സിപ്പ് ലൈൻ എന്നല്ലേ പറയുന്നത് അല്ലേ. ഇതിനകത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നമ്മളെ കൊല്ലം മറ്റേ ഏതാ അത് പാലക്കാട് കണ്ട സൈക്കിളല്ലേ. കൊല്ലത്തുണ്ട് ഇത്, നമ്മളെ അഡ്വഞ്ചർ സോണിലുണ്ട് തെന്മലയില്. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കണ്ടോ. ഇതെല്ലാം വരണ്ട മരുഭൂമി കണക്കിരിക്കണം കേട്ടോ. സ്വിറ്റ്സർലാൻഡ് വേറൊരു തരത്തിൽ കാണുന്നു. എന്താ ചെയ്യാനാ, ആദ്യമായിട്ട് എത്ര പറഞ്ഞില്ലേ, അവരെ ജിന്ദഗിയിൽ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ മഞ്ഞില്ലാതായിപ്പോയെന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കാനൊക്കെ ചെറിയ കസേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാലാവസ്ഥയൊക്കെ അല്ലേ. നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുന്നതും മഴ പെയ്യാതിരിക്കുന്നതൊക്കെ പറഞ്ഞ പോലെ ഇവിടെ മഞ്ഞ് പെയ്യുന്ന കാര്യത്തിൽ ഒരു ഇതാണ്. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് നമുക്കിതാ, പണ്ട് വന്നപ്പോ ഇങ്ങനെ നല്ല, ഞാൻ പണ്ട് വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ അന്ന് ഫുള്ള് പച്ചയായിരുന്നു. പിന്നെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വന്നു, മൊത്തത്തിൽ മാറി. ഈ സ്ഥലം തന്നെയാണ് അന്ന് വന്നതെന്നുള്ളൊരു ഡൗട്ടായി. ഇപ്പൊ ചിരിക്കുന്ന കേൾക്കാം അല്ലേ. ഇതിങ്ങനെ താഴെ വരെ കൊണ്ടുപോകും കേട്ടോ. ഇത് ആണ് ഇവിടുത്തെ മെയിൻ. ഇതും പിന്നെ ഈ സിപ്പ് ലൈനും പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. ഇവിടെ ഒരു മുയലിനെ കൊണ്ട് ഫോട്ടോ എടുക്കാം അല്ലേ. നീ ഫോട്ടോ ആണോ നിനക്ക്? അല്ല 20 രൂപയേ ഉള്ളൂ. വേണമെങ്കിൽ നിനക്ക് ഫോട്ടോ എടുക്കണോ? ഇതിനാ റുപ്പേ 20 റുപ്പീസ്. 20 രൂപ എടുത്തൊരു മുയലിനെ ഫോട്ടോ എടുക്കാന്ന് വെച്ചേട്ടോ. നോക്കാലോ. നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിരുന്നു അല്ലേ. പ്രോബ്ലം നെയ്യേ ബിസ്ക്കറ്റ് കഴിച്ചാൽ. അയ്യോ ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നു ഞങ്ങൾ ഇപ്പം കേട്ടോ. കൈയൊക്കെ നോക്കുന്നത് ബിസ്ക്കറ്റ് ഇല്ലല്ലോ ഇനി കൊടുക്കാൻ. എന്നാലും ഫോട്ടോ എടുത്തിട്ട് ക്യൂട്ട്. ആരൊക്കെ ഫോട്ടോ ഒന്നും വേണ്ട, പിടിച്ചാ മതി അല്ലേ. ഓക്കെ, അതൊക്കെ തന്നെ ഒരു എൻജോയ്മെന്റ് ഇവിടെ. ഓ ഇനിയിപ്പോ കൊടുക്കത്തില്ല ഞങ്ങക്ക്. ക്യൂട്ടല്ലേ ഈ പയ്യല്ലേ, നമ്മള് താഴെ കണ്ടിരുന്നു തോന്നല്ലേ പുള്ളിയെ. कितना 1 महीने का है चोट इसका मादाजी अल्लाह പറയുന്നത് माई घर है. कितना 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 इसकी हिंदी में क्या बोलता है इसमें? खरगोश रैबिट ले इन इंग्लिश. घर का पाला है. हाँ अच्छा. घर किधर है आपको? यहाँ से घर है. यहाँ से दंडी ज्यादा है ना. हाँ इधर से गाँव है ना. हाँ कश्मीर वैली भाई सब इधर से. हमको जाने हैं उधर. आप घोड़े पर नहीं, हम पैदल आएगा. आधा घंटा लगेगा.
इधर जाएगा हाँ हाँ ഇതിലെ കൂടെ നടന്നാ എന്നാ അങ്ങോട്ട് നടന്നാലല്ലേ ഉദർ സേ ഓ അപ്പൊ ഞാൻ വന്ന സ്ഥലം ഇനി അങ്ങോട്ടായിരിക്കാനാണ് എനിക്ക് ചാൻസ് അല്ലേ? ആ നമ്മള് കുതിരയിൽ വന്നവരാന്ന് തോന്നുന്നു. അവിടെ നടന്ന് പൈതൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ പൈതൽ ആത്മീയായി. ഇതിലെ കൂടെ നമുക്ക് നടന്നു നോക്കാം. അപ്പം അപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞല്ലേ? ആ എന്തായാലും കാര്യം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോയാനായിരുന്നു അല്ലേ? നമ്മൾ രണ്ടും കൂടെ ഇതിലെ കൂടെ പുറത്തോട്ട് ചാടി കേട്ടോ. ഇവിടെ വഴി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിലെ കൂടെ നടന്ന് ആ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പറ്റും. അവിടുത്തെ ഗ്രാമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നോക്കാലോ. ഇതുണ്ടോ, ഇത് ഫ്രീസ് ആയിരിക്കുന്ന റിവർ ആണ്. നല്ല വലിയ പീസ് എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. ചേട്ടാ ഇങ്ങോട്ട് എറി തേങ്ങ അടയ്ക്കുന്ന പോലെ എറിഞ്ഞുടക്കി. ഇങ്ങോട്ടല്ല, കയ്യിലെടുത്തത് നോക്കിയേ. അടിപൊളി ഫുൾ ഐസാണ് കേട്ടോ. അങ്ങോട്ട് തെറിക്കുന്നതാണോ നല്ല രസമുണ്ട്. അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിച്ചേട്ടാ കൊണ്ടുവരാം നാട്ടിലോട്ട്. നമ്മുടെ അവിടെയൊക്കെ കാണാമെങ്കിൽ മീൻ വണ്ടി പോയതിനു ശേഷം റോഡിലൊക്കെ കിടക്കും. പണ്ടൊക്കെ അത് ഭയങ്കര ഇതായിട്ട് പോയി വലിയ കട്ടൊക്കെ അതാ അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിക്ക് ചേട്ടാ. അത് കൈ നല്ല ഇതാവുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെള്ളമാണോ അത് ആ എറിയുമ്പോഴേ ആ ഐസേ കൂടെ തന്നെ അത് ഒഴുകി പോകുന്നതാണ് നല്ല രസമുണ്ട്. തെന്നി തെന്നി പാറയിലെറിഞ്ഞു പൊട്ടിക്കണം. കിട്ടിയാ? ആഹാ, ഇതിൽ വേണമെങ്കിൽ ഇതെന്തൊരു ആളെ പോലെ ഉണ്ടല്ലോ അല്ലേ? ഒരു തൊപ്പിയൊക്കെ വെച്ചൊരാളെ പോലെ ഇല്ലേ? നാച്ചുറൽ ആയിട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ. അത് കൊള്ളാം. ഇനിയുണ്ടോ? ആഹാ, നിനക്ക് ഫോട്ടോ എടുക്കാമല്ലോ. പൊട്ടിച്ചെന്തിനാ അത്? മറ്റേതായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് തൊപ്പി വെച്ച ആളാ. തൊപ്പി വെച്ച ആളെന്നല്ല. ആ ശരിയാണല്ലോ, എല്ലാം തൊപ്പി വെച്ച ആൾക്കാരാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് ശരിയാ, തണുപ്പായണ്ട് എല്ലാരും തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള രൂപമാണ്. ഇത് കൊള്ളാം കേട്ടോ. താഴെ വരെ എത്തത്തില്ല, ഇത് അലിഞ്ഞു പോവും. എന്നാ വെച്ചോ. കൈ ഇതാവേ, കൈ നല്ല തണുക്കും. വേണ്ടല്ലേ? മുള്ളു കണക്കിരിക്കുന്നല്ലേ? എന്തൊക്കെയല്ലേ പ്രകൃതിയുടെ വികൃതികൾ. ബാ ഇനി ഇതിലെ കൂടെ നടക്കാം. അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് പോവാട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. പക്ഷേ അത് ശരിയാ, അവിടെ ഈ ടൂറിസ്റ്റ് വരുന്നതിനേക്കാളൊക്കെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഈ ഇതൊക്കെ കാണാമല്ലോ. ഓടിയാ ഇവിടെ നമ്മളൊരു വലിയ ഐസും കെട്ടുണ്ട്. ആ ശരിയാ, ഓടി പോകുമ്പോ തെന്നി പോരുത്. വലിയ ഐസും കെട്ട ഉണ്ട് കേട്ടോ. എന്തായാലും ശരി, അവിടെ വന്നിട്ട് തിരിച്ചു പോയിരുന്ന മിസ്സായനല്ലേ. നീ നോക്കണേ, ഇതെല്ലാം കട്ടിയായിരിക്കുവാ. അതുകൊണ്ട് കണ്ടോ, കുറച്ച് ദിവസം മുമ്പ് ഫ്രീസായതാന്ന് തോന്നുന്നു കേട്ടോ. വലിയ രീതിയിലുണ്ട് കേട്ടോ ഐസും കെട്ട. എൻ്റെ അമ്മ, ഇങ്ങനെയാണെന്ന് ആദ്യമായിട്ടല്ലേ? ഇത് ഭയങ്കര ഇതിൽ മരത്തിന്റെ വേരാണ് കേട്ടോ. മരത്തിന്റെ വേരെല്ലാം ഇതായിരിക്കും. ആഹാ, പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ഒരു തണുപ്പൊന്നും തോന്നേ ഇല്ലല്ലേ. നമ്മളെ റൂമിലൊക്കെയാണ് തണുപ്പ്. ഇവിടെ നമുക്കൊരു പ്രശ്നമില്ല. ഇതിനകത്ത് ഇരിക്കാമല്ലോ. ഇരുന്ന് നീ വെറൈറ്റി ഒരു ഫോട്ടോ എടുക്കാം. ഇതല്ല കുതിരക്കാത്തിരി നോക്കിയേ, ക്ലിപ്പാവല്ലേ? ആ എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? ഇരുന്ന് ഇപ്പൊ അത് അനുഭവിച്ചല്ലേ? അതിലുണ്ട് അപ്പുറം ഇപ്പുറം കാലിട്ട് കുതിരക്കകത്ത് കയറുന്ന കയറുവാണ് അല്ലേ? കൊള്ളാം. എന്തായാലും നനയുന്നുണ്ടല്ലേ? ആ നനയുമ്പോ സൂക്ഷിക്കണേ. ഇതാ ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇതോണ്ടേ, ഇതാ കണ്ടോ, ഇതാണ് സാധനം. ഇതിങ്ങനെ കുത്തി ഇറക്കത്തില്ലേ വായിക്കാത്തോട്ട് അല്ലേ? ഫൈറ്റ് ആണ്, ഐസ് ഫൈറ്റ് ചെയ്യാം നമുക്ക്. ആയുധം കിട്ടി. എന്നെ സാധനല്ലേ, നല്ല ക്ലിയർ ക്ലിസ്റ്റർ ക്ലിയർ ഐസ് ആട്ടോ. നമ്മള് ഫ്രീസറിലൊന്നും വെച്ചാൽ ഇങ്ങനത്തെ ഐസ് കിട്ടത്തില്ല അല്ലേ? നീ എന്താ എല്ലാം പൊളിച്ചെടുക്കുവാണോ? നല്ല ക്ലിയർ അല്ലേ? അടിപൊളി. എന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടെ എല്ലാം കണ്ടോ, ഈ സ്ഥലം കൊള്ളാം അല്ലേ? വന്നതിൽ മുതലായി, നമ്മൾ നടന്നു വന്ന മുതലായത് ഇവിടെ വന്നപ്പോഴാ. ഇതാണ് യഥാർത്ഥ സ്വിറ്റ്സർലാൻഡ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? പല ജീവിയെല്ലാം കാണുന്നുണ്ടോ? ആരാ വെളിയിലോട്ട് വാ, വല്ല
കാണത്തില്ല. ഒന്നുമില്ല. ഇതിനകത്ത് കയറിയിരിക്കാൻ ആരിയിരിക്കുന്നു. എന്തായാലും ഇത് കൊള്ളായിരുന്നല്ലേ, ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പുറം കാലത്തിരിക്കുന്നില്ല, വേണ്ട പൊട്ടിപ്പോവും. ഇത് സൂപ്പർ കേട്ടോ. വെയിലടിക്കുന്നുണ്ടോ ഇപ്പൊ? കണ്ടോ നോക്കി, ആ മരത്തിന്റെ ഇടയിൽ നിന്ന് ആ വെയിൽ വരുന്നത് നല്ല ഭംഗിയിൽ കാണാൻ. അത് ശരിയാണല്ലോ, അത് ഞാൻ വേര് ശ്രദ്ധിച്ചു. പക്ഷെ മേളിലോട്ട് കയറി പോകാണ്ട് ആ മരത്തിന്റെ മേളിലൊക്കെ കണ്ടോ ഐസ് കണ്ടോ? ഇത് മഞ്ഞല്ല, ഇത് ഐസ്. ഇതൊക്കെ കണ്ടോ, മരത്തിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇതിന്റെ ഉള്ളൊക്കെ കാണുന്നുണ്ടോ നോക്കിയേ, മരത്തിനെ കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആണല്ലേ. അപ്പുറത്തെല്ലാം കണ്ടോ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഞങ്ങൾ രണ്ടും മാത്രം ഇങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലത്ത് മാത്രം ഞങ്ങളിങ്ങനെ നടന്നതാ ഇവിടെ എത്തി. ഇവിടെ 1-2 വീടുകളൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന്റെ ഔട്ട് സൈഡാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോവാം. എന്തായാലും മിനി സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഐസൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഐസായിട്ട് നമ്മള് കൂടുതൽ കാണുന്നല്ലേ മഞ്ഞിനേക്കാളും. ഇപ്പോഴാണ് ഇപ്പൊ നമ്മൾ യഥാർത്ഥ സ്വർഗത്തിലെത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു വീടാണല്ലേ. സത്യം പറയാനല്ലോ, കുതിരപ്പുറത്താണേലും പൈസ മുടക്കാണേലും അവിടെ വരെ വന്നത് വെറും വേസ്റ്റ്. ഇങ്ങോട്ടൊക്കെ കേറിയാലേ ശരിക്കും നമുക്ക് ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടൊക്കെ ഉണ്ടോ, വീടും തൊഴുത്തും അല്ലേ, രണ്ടും ഉണ്ട്. അപ്പുറത്തെ വീട് ഇത് തൊഴുത്താന്നാ തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് കണ്ടോ. രാത്രിയൊക്കെ ഇവിടെ തീയൊക്കെ കാഞ്ഞിരിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ. സൂപ്പർ. ഉണ്ട്, ഇതാണ് തൊഴുത്ത്. അപ്പുറത്തെ വീട് പുക അടുപ്പുള്ളതൊക്കെ വീട്, അടുപ്പില്ലാതെ തൊഴുത്തല്ലേ. ആരും ഇല്ല ഇവിടെ, എല്ലാം പൂട്ടിയിരിക്കുക. എനിക്കൊന്ന് കുതിരക്കാരുടെ ഒക്കെ വീടായിരിക്കും. ജോലി എന്ന് പറയുന്നതൊക്കെ തന്നെ ഇവിടുത്തെ ടൂറിസം മേഖല കേട്ടോ. നോക്കിയേ, ഇതിൽ ഹൈവേ സിനിമയില് നിങ്ങൾ കണ്ടോന്നറിയാൻ പോയാ, ഹിന്ദിയിൽ ഹൈവേ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, ആ സിനിമയിൽ ക്ലൈമാക്സിലൊക്കെ ഇതുപോലത്തെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ അവർ രണ്ടുപേരും. അതേപോലത്തെ വീടല്ലേ. അത് ഇതന്നെയാണോ എന്തോ, അത് കാശ്മീരിലാണ് ഷൂട്ട് ചെയ്തത്. അത് ഇതാണെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇവിടം വരെ വന്ന സൂപ്പറായി അല്ലേ. ഇത് മുതലായി, വീടെല്ലാം പൂട്ടിയിരിക്കുക. നോക്കിയ വീടിന്റെ മേൽക്കൂര നോക്കിയേ. കണ്ടപ്പോഴാണ് മിനി സ്വിറ്റ്സർലാൻഡില് മൊട്ടക്കുന്നായിരിക്കുന്നോണ്ടേ ഒന്നും നമുക്ക് ഒരു തോന്നിയില്ല. അതെ അതെ അതെ, സൂപ്പർ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ചു നടന്നാലെന്നാ പോവാല്ലേ. വീടൊക്കെ കണ്ടല്ലോ, അടിപൊളി വീടൊക്കെ കണ്ടു. ഇവിടെ ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ കണ്ടോ. 1, 2, 3 വീടൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി അല്ലേ. ഞങ്ങൾ അങ്ങനെ തിരിച്ചടക്കുവാണ്. ഞങ്ങൾ വേലിക്കിപ്പുറത്തും ടൂറിസ്റ്റുകളെല്ലാം അപ്പുറത്ത് വേലിക്കപ്പുറത്തും ആയല്ലേ. നമ്മൾ ട്രാവലർ വേലിക്കിപ്പുറത്ത്, 2 പേര് മാത്രം, ടൂറിസ്റ്റ് എല്ലാം കൂട്ടത്തോടെ. ബാ ഇനി നമുക്ക് തിരിച്ചൊരു കുത്തനെയുള്ള നടത്തമുണ്ട് കേട്ടോ. വലിയൊന്നുമില്ല, ഒരു മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും അല്ലേ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തും. 2 മണിക്കൂർ എളുപ്പമായിരിക്കും. കുതിര ഓടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അവര്. സൈഡിലോട്ട് നീങ്ങിന്നോ. ഭയങ്കര പൊടിയാണ്, അതാണ് വിഷയം. കുതിര പോകുമ്പോഴത്തേക്ക് ഭയങ്കര പൊടിയാവും. ഏകദേശം ഇന്നത്തെ ഇവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് പരിപാടിയൊക്കെ കഴിയും കേട്ടോ. കാരണം വൈകിട്ടൊന്നും അധികം ആള് വരത്തില്ല. ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും തിരിച്ചിറങ്ങേണ്ട സമയമായി. രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് പോവും. ബൈ ബൈ ബൈ. അപ്പൊ കുതിരയിൽ വന്നവരെല്ലാരെയും പറക്കി കുതിരക്കകത്ത് കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങി കേട്ടോ. ഉണ്ടോ, ഇവിടെ എല്ലാരെയും കൊണ്ടുപോകാൻ തുടങ്ങി. നമുക്കപ്പം പതുക്കെ നടന്നിറങ്ങാം അല്ലേ. എന്തായാലും ഇവിടെ കുറെ നേരം ഇവർക്ക് റെസ്റ്റ് കിട്ടും എന്തായാലും അല്ലേ. ഒരു ദിവസം ഒരു ട്രിപ്പ് വരത്തുള്ളായിരിക്കും തോന്നുന്നു, അറിയത്തില്ല. ഇറങ്ങാൻ വളരെ സിമ്പിൾ അല്ലേ, സിമ്പിളായിട്ട് ഇറങ്ങിപ്പോ.